ഹായ് ഹലോ കൂട്ടരെ, എല്ലാവർക്കും ഹെവൻ ഓഫ് പ്ലാന്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സാധാരണ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇന്ന് ഇൻട്രോ പറയുന്നത് കേട്ടോ. ക്ഷമിക്കണേ കേട്ടോ എല്ലാവരും. വീഡിയോയുടെ കാഴ്ചയിലുള്ളതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ താരം സ്റ്റാർഹോൺ ഫേൺ ആണ് കേട്ടോ. അത്യാവശ്യം ഹെവിയായ ഒരു പ്ലാന്റാണിത്. ഇവൻ്റെ സ്ഥാനം നമുക്ക് അല്പമൊന്ന് മാറ്റാം. യുവിയുടെ കോർണറിലുള്ള ഇവനെ നമുക്കൊന്ന് മാറ്റണം. ഇലകളുടെ ഭംഗി നഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നി. കുഞ്ഞന്മാവിൻ്റെ മുകളിലേക്ക് കയറാൻ ആൾ റെഡിയായി നിൽക്കുകയാണ്. അടുത്ത വീട്ടിലെ ഷിജു ചേട്ടനെയും കൂടെ കൂട്ടി. ഞാൻ ഇവനെ അഴിച്ചിറക്ക്, അവിടെ കിട്ട്, ഇവിടെ കിട്ട് എന്നൊക്കെയുള്ള തള്ളും തുടങ്ങി. ചേട്ടൻ എന്നെ ഇടിച്ചില്ലെന്നേ ഉള്ളൂ. എന്തായാലും നമ്മുടെ ഫേണിനെ കുഞ്ഞന്മാവിൻ്റെ മുകളിൽ കയറ്റാനുള്ള പരിപാടി തുടങ്ങി. അതൊക്കെ പോട്ടെ, നമ്മുടെ ഫേണിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാലോ. പ്ലാന്റിസേറിയം ബൈഫ്യൂരിയേറ്റം എന്നാണ് ഇവയുടെ ശാസ്ത്രീയ നാമം. പ്രധാനമായും ആഫ്രിക്കൻ ഉഷ്ണമേഖലാ മലനിരകളിലുള്ള മഴക്കാടുകളിലാണ് ഇവനെ ധാരാളമായും കാണപ്പെടാറുള്ളത്. ട്രോപ്പിക്കൽ എപ്പിഫൈറ്റ്സ് എന്നാണ് അറിയപ്പെടാറുള്ളത്. എന്താണ് ഈ ട്രോപ്പിക്കൽ എപ്പിഫൈറ്റ്സ്? അവയുടെ വളർച്ചയ്ക്കായി മറ്റുള്ള ചെടികളുടെ പ്രതലങ്ങളിൽ വളരുന്നവയാണ് എപ്പിഫൈറ്റ്സുകൾ. കൂടുതലായും ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. പലതരത്തിലുള്ള കള്ളിച്ചെടികൾ, ഓർക്കിഡുകൾ, ഫേണുകൾ, ബ്രോമിലിയാഡ്സ് എന്നിവയൊക്കെ നമ്മുടെ എപ്പിഫൈറ്റ്സുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇവയുടെ ഗ്രോയിങ് ടിപ്സ് വലുതായി മൂടി പ്ലാന്റ് നന്നായി വളർന്നു തുടങ്ങും. ഞാനിപ്പോൾ മുറിച്ച് മാറ്റുന്നതും നമ്മുടെ കുറേ കുഞ്ഞൻ പ്ലാന്റ്സിനെയാണ്. അപ്പോൾ ഈ മൂടി വളരുന്ന ഈ പ്ലാന്റ്സുകൾ അധികമായും ഡയറക്റ്റ് സൺലൈറ്റ് ഇഷ്ടപ്പെടുന്നവയല്ല. എന്നാൽ ഇടതൂർന്ന മരങ്ങൾക്കിടയിൽ പറ്റിപ്പിടിച്ചാണ് പലപ്പോഴും ഇവന്മാരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ നാട്ടിലേക്ക് ഇവർ കുടിയേറി തുടങ്ങി. പല സ്ഥലങ്ങളിലും ഹോം ഗാർഡനുകളിലും എല്ലാം നല്ല വലിപ്പമുള്ള ആശാന്മാർ ഇപ്പോൾ ഉണ്ട്. ഇവന്മാർ ഒന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാർഡനിൽ നല്ലൊരു തലയെടുപ്പാണ്. വ്യത്യസ്ത ഇനത്തിലുള്ള ഫേൺ ഇന്ന് വിപണിയിലുണ്ട്. കൂട്ടരെ, ഇന്നത്തെ നമ്മുടെ ഫേണിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എന്തായാലും ഫീഡ്ബാക്ക് കമൻസിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. നമ്മുടെ സ്റ്റാർഹോൺ ഫേണിനെ നമ്മൾ നമ്മുടെ കുഞ്ഞന്മാവിൻ്റെ മുകളിൽ കയറ്റി കേട്ടോ. ഇടയ്ക്കൊരു ചെറിയൊരു പോർഷൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ ഒരു അത്യാവശ്യം ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത ഒരു ഭാഗമാണ്. അപ്പം നമ്മളവിടെ ആളിന് ഒരു ഇരിപ്പിടം കൊടുത്തു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കമൻസ് ഒന്നും പറയാനും രേഖപ്പെടുത്താനും ഒന്നും മറക്കരുത് കേട്ടോ. ഇവിടെ ഇപ്പം നല്ല മഴയാണ്. നമ്മളിത് അഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് മഴ തുടങ്ങി. അപ്പം മഴയാണ്, അതുകൊണ്ടാട്ടോ നമ്മളിച്ചിരി സമയം എടുത്തത്. എന്നിട്ട് ഷിജുവിൻ്റെതെല്ലാം കെട്ടി നമ്മുടെ മാവിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തെല്ലാം തന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ബേബി പ്ലാന്റ്സ് നമ്മൾ എടുത്തായിരുന്നല്ലോ. അപ്പോൾ ഈ പ്ലാന്റ്സ് എല്ലാം നമുക്കൊന്ന് റീപോർട്ട് ചെയ്യണം. അപ്പം ഈ മഴയെന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള ഈ മഴ നമുക്ക് നല്ല ശക്തമായ മഴയല്ല, ചെറിയ അത്യാവശ്യം ഇങ്ങനെ തൂവി നിൽക്കുന്ന മഴയാണ്. അപ്പം നമുക്ക് അത്യാവശ്യം മഴയുള്ള നമ്മുടെ തണുത്ത അന്തരീക്ഷം തണുത്ത് കിടക്കുന്ന സമയത്ത് നമ്മുടെ ലീഫി പ്ലാന്റ്സ് എന്തും, പ്രത്യേകിച്ച് നമുക്ക് ഫേൺ വർഗത്തിലുള്ള എല്ലാ പ്ലാന്റ്സും നന്നായിട്ട് നമുക്ക് നല്ല വളർച്ചയോടുകൂടി നല്ല അവരുടെ ഒരു ഭംഗി കുറച്ചുകൂടെ കൂടുന്നത് ഈ ഒരു അന്തരീക്ഷത്തിലാണ് കേട്ടോ. ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമ്മുടെ ഫേണുകൾ വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബുഷിയായിട്ട് നല്ല വളർത്തിയെടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്സിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാക്സിമം വീഡിയോക്ക് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.